ശോമേൻ, നമുക്ക് കൊല്ലത്തെ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ജില്ലയിലേക്ക് സ്വന്തം ജില്ലയിലേക്ക്. സാധാരണ നമ്മൾ സ്വന്തം ജില്ലയിൽ ഇപ്പോൾ പോകാറില്ല. അതെ, നമ്മൾ പറയാറില്ല. നീണ്ടകര പാലത്തിന് ശേഷം കൊണ്ട് കിടക്കാറില്ല. അതെ. പറ. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ദുഃഖത്തോടൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്. പോട്ടെ, അതോടെ നിൽക്കാം. ചുമ്മാ ആൾക്കാരെ വീണ്ടും ഓർപ്പിക്കണ്ട. മറന്നിരിക്കുന്നവരൊക്കെ മറന്നു പോട്ടെ. ഇത് കൊല്ലത്ത് ചെമ്മാമുക്കിൽ പാലത്തിൽ റെയിൽവേ ട്രാക്കിൽ ഒരു യുവാവ് മരിച്ചു കിടക്കുന്നു, തേജസ്. അപ്പോൾ തേജസിൻ്റെ മരണം, ആ തേജസിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ എന്താണ്? അത് ആ മരണം അന്വേഷിച്ച് പോലീസ് എത്തുമ്പോൾ മറ്റൊരു മരണമാണ് അറിയുന്നത്. അങ്ങനെ ഞെട്ടിക്കുന്ന കൊലപാതകം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു മരണം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് 2025 മാർച്ച് മാസം 18-ാം തീയതി തിങ്കളാഴ്ച രാത്രി സമയമാണ്. ഏകദേശം സന്ധ്യസമയം കഴിഞ്ഞിരിക്കുന്നു. എൽ അനിൽകുമാർ, അന്നത്തെ ഈസ്റ്റ് SHO, അവിടുത്തെ കൊല്ലം ഈസ്റ്റിലെ SHO ആണ്. അദ്ദേഹത്തിന് വരുന്ന ഒരു കോളിൽ നിന്നാണ് ഈ കേസിൻ്റെ തുടക്കമുണ്ടാകുന്നത്. ഉളിയക്കോവിൽ മാതൃകാ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. മാതൃകാ നഗർ എന്ന് പറയുന്ന സ്ഥലം അതേപോലെ തന്നെയാണ്, നല്ല സ്ഥലമാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ പ്രദേശമൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അവിടെ ഒരു പിതാവിനും ഒരു മകനും കുത്തേറ്റിരിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ വിവരം. അപ്പോൾ അദ്ദേഹത്തെ ഈ കുത്തിയാൾ വന്നിരിക്കുന്നത് പർദ്ദ ഇട്ടിട്ടാണ്, ബുർക്ക ധരിച്ചാണ് വന്നിരിക്കുന്നത്. ഇതായിരുന്നു ഈ പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ ഇത് ആരാണ് ഈ വീട് കയറി ആക്രമണം നടത്തിയത്? അപ്പോൾ ഇതിൽ പരിക്കേറ്റ 2 പേരുണ്ട്. 2 പേര് ഞാൻ പറഞ്ഞല്ലോ, പിതാവ്, മകൻ ശങ്കേഴ്സ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ശങ്കേഴ്സിൽ എത്തിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടു. പിതാവിനെ കാര്യമായ വാരിയലിനടക്കം കുത്തേറ്റതിനാൽ പരിക്കുകളോടുകൂടി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അപ്പോൾ തന്നെ മാറ്റുകയും അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ പറ്റുകയും ചെയ്തു. എങ്കിലും ആരാണ് ആക്രമിച്ചത്? ഇതാരാണെന്ന് ആർക്കും അറിയില്ല. ഈ വീട്ടുകാർക്കും അറിയില്ല. ആ വീട്ടിലെ അവരുടെ മാതാവ്, ഈ പറയുന്ന ഈ വീട്ടിലെ എന്താ പറയുക, 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. വീട്ടമ്മയ്ക്കും അറിയില്ല ഇതാരാണ് വന്നതെന്ന് അവർക്കും അറിയില്ല. ഇതാണ് അവർക്ക് ആദ്യം കൊടുക്കുന്ന പോലീസിന് അവർ കൊടുത്ത ഇൻഫർമേഷൻ. അപ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ പോലീസിന് അടുത്ത വിളി വരുന്നു. ചെമ്മാമുക്ക് ഓവർബ്രിഡ്ജിന് താഴെ ഒരു വൈറ്റ് വാഗണാർ കാർ കിടക്കുന്നു. ഈ കാറിൻ്റെ ബോണറ്റ് നിറയെ രക്തക്കറയാണ് എന്ന് പറയുന്നു. അടുത്ത ഇൻഫർമേഷൻ പോലീസിന് വരുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ കടന്നു പോയ ഒരു ട്രെയിനിലെ ലോക്കോ പൈലറ്റ് റെയിൽവേ സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നു, എൻ്റെ ട്രെയിന് മുന്നിൽ ആരോ ചാടിയിരിക്കുന്നു. ഇതാണ് അടുത്ത ഇൻഫർമേഷൻ. പോലീസ് ആകെ കുഴങ്ങി. 3 3 കഥ വന്നിരിക്കുകയാണ്. പോലീസ് ഈ പറയുന്ന എങ്കിൽ ആര് ചാടി? അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു യുവാവ് അവിടെ മരണപ്പെട്ട് ട്രെയിൻ തട്ടിയാൽ അറിയാമല്ലോ, എൻജിൻ വന്നിടിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ, അവിടെ കിടക്കുന്നു. ഇതും ആരാണെന്ന് പോലീസിന് മനസ്സിലാകുന്നില്ല. അവിടെ ഒരു അറ്റാക്ക് നടന്നു, ഇവിടെ ഒരാൾ മരിച്ചു, വേറൊരിടത്തൊരു കാറ് രക്തക്കറ പൂണ്ട് കിടക്കുന്നു. അങ്ങനെ പോലീസ് ആകെപ്പാടെ കുഴങ്ങി നിൽക്കുന്ന സമയമാണ്. ഇന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ. അപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എത്രയും വേഗം ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടണം. ഇതായിരുന്നു പോലീസ് ആദ്യം തപ്പിയെടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ തപ്പിയെടുത്ത് ചോദിക്കുമ്പോഴാണ് ഇവിടെ വേറൊരു കഥയുണ്ട്. ഈ വീട്ടിൽ ഒരു മകളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടി ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയാണ്. 1 വർഷം മുമ്പ് ഈ കുട്ടിക്ക് ഒരു ജോലി ലഭിച്ചു. ഈ കുട്ടി സ്ഥലത്തില്ല. ഈ കുട്ടിയുടെ വിവാഹ നിശ്ചയം ആദ്യം ഒന്ന് നടത്തിയിരുന്നു, പിന്നീട് അത് പോയി. രണ്ടാമത് ഒരു വിവാഹത്തിലേക്ക് പോകാൻ, അതായത് 1 മാസം കഴിയുമ്പോഴത്തേക്കും ഒരു വിവാഹം നടത്താനുള്ള ഒരു തീരുമാനം, വിവാഹ നിശ്ചയം നടത്താനുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ പോലീസിൻ്റെ ഒരു കണക്ഷനായി. അതായത് അവിടെ ആരോ നേരത്തെ നടത്തിയത് ആരുമായിട്ടാണ്, അതെന്ത് സംഭവിച്ചു? ഇനി ഇതിലെ ആൾക്കാരെയൊക്കെ പറയാം. ഇതിൽ ഫെബിൻ ജോർജ് ഗോമസ് എന്ന് പറയുന്ന യുവാവാണ് കുത്തേറ്റ് മരണപ്പെട്ടത്. അതായത് ശങ്കേഴ്സ് ആശുപത്രിയിൽ ഞാനിപ്പോൾ പറഞ്ഞ ആള് അവിടെ കിടക്കുന്ന, നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടുത്തെ മോർച്ചറിയിൽ ഇരിക്കുന്ന ഫെബിൻ ജോർജ് ഗോമസ് ആണ്. അയാൾ ഫാത്തിമ മാതാ കോളേജിലെ BCA 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിനൊപ്പം കുത്തേറ്റത് ജോർജ് ഗോമസ്, അദ്ദേഹത്തിന്റെ പിതാവ്. പിന്നെ ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് ഡെയ്സി, അമ്മ. പിന്നെ പെൺകുട്ടിയുടെ കഥ പേര് പറയണ്ട, അതവിടെ പോട്ടെ. അപ്പോൾ ഇവരെ ആക്രമിച്ചതാണ് തേജസ് രാജ് എന്നാണ് ഇയാളുടെ പേര്.
ഇയാൾ നമ്മുടെ നീണ്ടകര, വീണ്ടും നമ്മൾ നീണ്ടകരയ്ക്ക് പോകാൻ പോവാണ്. നീണ്ടകര പുത്തൻതുറ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഗ്രേഡ് എസ് ഐ ആണ്. ഈ ഗ്രേഡ് എസ് ഐയുടെ മകനായിട്ടുള്ള ഈ തേജസ് രാജ് അതുവരെ ഒരു ക്രൈം കേസിലും പെടാത്ത, ഒരു തരത്തിലുള്ള ഒരു കുറ്റകൃത്യവും നടത്താത്ത ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരനും ഈ കുത്തേറ്റ് മരിച്ച ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർ രണ്ടുപേരും പഠിച്ചത് നമ്മുടെ ക്രിസ്തുരാജ് സ്കൂളിലാണ്. ക്രിസ്തുരാജിലാണ്. അതെ, രണ്ടുപേരും അവിടെ പഠിച്ചവരാണ്. അതും കഴിഞ്ഞ് ഇവർ ഈ ലോക്ക്ഡൗൺ സമയം വന്നല്ലോ, ഈ സമയത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, പഴയ വിദ്യാർത്ഥികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടു. അതുവഴി ഇവർ വീണ്ടും പരിചയത്തിലാവുകയും ഇവർ പ്രണയത്തിലാവുകയും ചെയ്തു. ഈ പ്രണയത്തിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ബാങ്ക് കോച്ചിങ് സ്ഥാപനമുണ്ട്. ഇവർ രണ്ടുപേരും അവിടെ ബാങ്ക് കോച്ചിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കോച്ചിങ്ങിനിരിക്കെ ഇവർ കൂടുതൽ ഈ പ്രണയം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ഗാഠമാവുകയും ഈ വിഷയം ഈ പറയുന്ന ഈ കുട്ടിയുടെ വീട്ടിലേക്ക്, അതായത് ഫെബിൻ ജോർജ് ഗോമസിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. രണ്ടുപേർക്കും ഇഷ്ടമെന്നുള്ള നിലയിൽ ഇത് നടത്തി കൊടുക്കുവാൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഈ കുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടുന്നത്. ഫെഡറൽ ബാങ്കിലാണ് ജോലി ലഭിച്ചത്. ഈ കുട്ടി ജോലി ലഭിച്ചത് കോഴിക്കോടായിരുന്നു. ഈ കുട്ടി ജോലി ലഭിച്ച് കോഴിക്കോട്ടേക്ക് പോയി. ഈ സമയം ഇയാൾക്ക് പരീക്ഷ ചെയ്തിട്ടും ഈ തേജസ് രാജ് പരാജയപ്പെട്ടു. അയാൾക്ക് ജോലി ലഭിച്ചില്ല. അയാൾ പരാജയപ്പെട്ടു. ഇതിന് അടുത്തയാളുടെ ഒരു ഓപ്ഷൻ ഈ PSC എഴുതിയെടുക്കുകയായിരുന്നു. അങ്ങനെ PSC എഴുതവേ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ എഴുത്ത് പരീക്ഷയിൽ റിട്ടേൺ ടെസ്റ്റിൽ ഇയാൾ പാസ്സായി. അങ്ങനെ ഒരു പ്രതീക്ഷ ഇവർക്ക് ഉള്ളതുകൊണ്ട് ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തി കൊടുത്തിരുന്നു. അതിനുശേഷം പക്ഷേ കായിക ക്ഷമതാ പരീക്ഷയുണ്ടല്ലോ, ഫിസിക്കൽ ടെസ്റ്റ്, അതിൽ ഇയാൾ പരാജയപ്പെട്ടു പോയി. അങ്ങനെ പരാജയപ്പെട്ടു പോയതോടുകൂടി ഈ ബന്ധം ഇത് വഷളായി. അവർക്ക് ജോലിയുണ്ട്, ഇവർക്ക് ജോലിയില്ല. ഇതാണ് ഈ അന്ന് പോലീസ് കണ്ടെത്തിയ കഥ. അപ്പോൾ ഇതോടുകൂടി ബന്ധം വഷളായി. ഈ കുട്ടി ഇതിൽ നിന്നും അകന്നു. ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ പരസ്പരം അറിയാമായിരുന്നു. അതായത് തേജസ് രാജിന്റെ കുടുംബവും ഈ പറയുന്ന ഫെബിൻ ജോർജിന്റെ കുടുംബവും തമ്മിൽ പരിചയമുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം തമ്മിൽ തെറ്റി ഈ തേജസ് രാജിനെ ഇനി അങ്ങോട്ട് വരരുത് എന്നൊരു താക്കീത് തേജസ് രാജിന് ലഭിക്കുകയും ചെയ്തു. ഈ പൂർണ്ണമായും ഒഴിവായതോടുകൂടി പ്രണയപ്പക കത്തിക്കയറി. ഈ തേജസ് രാജ് വിചാരിച്ചു അന്നേ ദിവസം ഈ പറയുന്ന പെൺകുട്ടി ജോലി സ്ഥലത്ത് നിന്നും നാട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിലുണ്ട് എന്നതായിരുന്നു ഇയാളുടെ ധാരണ. അങ്ങനെയാണ് ഇയാൾ അവിടേക്ക് വരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ 18-ാം തീയതിയാണ്, തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച ഒരു 6:30 ഇയാൾ ഒരു വാഗണാറിൽ അവിടേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഈ പറയുന്ന മാതാവ് ഡെയ്സി വന്ന് കതകിന് കോളിംഗ് ബെല്ല് അടിച്ചു. കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴത്തേക്ക് ഈ ഡെയ്സി വന്ന് തുറന്നു കൊടുത്തു. അവിടെ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ വീട്ടിലൊരു നായയുണ്ട്. ഈ നായ അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിന്റെ പരിസരത്ത് അടുപ്പിക്കില്ല. പക്ഷേ അതിന് സംഭവിച്ചൊരു കാര്യം, ഈ സംഭവത്തിന് ഏതാണ്ട് 1/2 മണിക്കൂർ മുമ്പ് ഇവരുടെ ഒരു ബന്ധു ആ വീട്ടിലേക്ക് വന്നു. ഈ ബന്ധുവിനെ ഈ നായ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ പിടിച്ച് പൂട്ടിയിട്ടു. ഇതാണ് അതിലെ വേറൊരു കഥ. അപ്പോൾ ഇയാൾ വന്ന് കോളിംഗ് ബെൽ അമർത്തി ഡെയ്സി വന്ന് തുറന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ സമയത്ത് നമ്മുടെ ഈ ജോർജ് ഗോമസ് എന്ന് പറയുന്ന ഫെബിൻ ജോർജിന്റെ പിതാവ് അവിടെ ഒരു പേരയ്ക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ഈ തേജസ് രാജ് വന്നത് 2 ടിൻ പെട്രോളുമായിട്ടായിരുന്നു. 2 ടിന്നിലെ പെട്രോൾ. അതിൽ ഒരു ടിൻ ഈ പറയുന്ന വന്ന വാഗണാറിൽ വെക്കുകയും ഒരു ടിന്നുമായിട്ട് ബുർക്ക ധരിച്ച് കയറി വരികയും ചെയ്യുക. വീടിനകത്തേക്ക് കയറി വന്ന പിന്നാലെ തന്നെ ഇയാൾ ഈ പെട്രോള് കോരി ഒഴിച്ചപ്പോൾ അവിടെ നിന്ന് പ്രതിരോധം ഉണ്ടായി. ഈ സമയത്ത് ഈ കുട്ടി എവിടെയുണ്ട്? ഫെബിൻ ജോർജും ഈ പറയുന്ന ജോർജ് ഗോമസും ചേർന്ന് ഇത് തടുക്കാനുള്ള ശ്രമം നടത്തി. ആദ്യം തന്നെ ജോർജ് ഗോമസിന് കുത്തേറ്റതിന് പിന്നാലെ ഫെബിൻ ജോർജിന് നേരെ ഈ തേജസ് രാജ് തിരിഞ്ഞു. ഈ സമയത്ത് ഈ ഡെയ്സി പുറത്തേക്ക് ഇറങ്ങി നേരെ റോഡാണ്. ഈ റോഡിലേക്ക് ഓടിയെത്തി അവിടെ നിന്ന് വാഹനങ്ങളെയൊക്കെ നിർത്തി രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ആരും അവരെ സഹായിക്കാൻ കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. ആരെങ്കിലും ഈ കടന്നു പോകുന്ന വാഹനയാത്രികർ നോക്കുമ്പോൾ ഒരു സ്ത്രീ കൈയിട്ടിങ്ങനെ അലയ്ക്കുന്നത് എന്താണ് ഈ പറയുന്നതെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല. അവർ വീട്ടിൽ നിൽക്കുന്ന വേഷം കൂടിയാണല്ലോ. അപ്പോൾ ആരും വരെ സഹായിക്കാൻ തയ്യാറില്ല. ഈ സമയത്ത് ഫെബിൻ ജോർജിനെ ഇയാൾ തുടരെ കുത്തേറ്റതിന് പിന്നാലെ ഈ ഫെബിൻ ജോർജ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി. റോഡിൽ വന്നാണ് ഈ കുട്ടി വീണ് മരണപ്പെടുന്നത്. ഈ കുട്ടിയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു ക്രൈം കേസും ഇല്ലാത്ത
ഒരു കുറ്റവാളിയോ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുകയോ ചെയ്യാത്ത ഒരാളാണ്. പ്രത്യേകിച്ച് ഫാത്തിമ മാതാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള പരാതികളൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ഈ ആക്രമിക്കപ്പെട്ട് മരണപ്പെടുന്നത്. ഇതിന് ശേഷമാണ് ഈ തേജസ് രാജ് നേരെ ചെമ്മാമുക്കിലേക്ക് വരുന്നത്. ചെമ്മാമുക്കിൽ വരുന്നത് വരെ പോലീസിന് അതിനു മുമ്പേ ഇയാളെ ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ട്രാക്ക് ചെയ്യണമായിരുന്നെങ്കിൽ ആര് പറയണം? ഈ വീട്ടുകാർ പറയണമായിരുന്നു വന്നതാരാണെന്ന്. ഇത് പറഞ്ഞില്ല. ഇത് പറയാതായതോടുകൂടി, അല്ലെങ്കിൽ പോലീസിന് നിമിഷ നേരം കൊണ്ട് എടുക്കാൻ പറ്റും. ഈ ടവർ ലൊക്കേഷൻ വെച്ച് പോലീസ് പിടിക്കാൻ പറ്റും. സിറ്റിയിൽ എവിടെയും കറങ്ങി നടക്കാൻ നിമിഷ നേരം കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ കുറെ നേരം ഇവർ ഇത് പറയാത്തത് കൊണ്ട് പോലീസും ഈ കാര്യത്തിൽ ആബ്സെന്റ് ആയിപ്പോയി, ബ്ലാങ്കിലായിപ്പോയി. അവർക്കിത് കിട്ടുന്നില്ല. ഇത് ആര് വന്നു, ആര് ചെയ്തു, ഇത് 3 സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ, 3 തരത്തിലുള്ള കഥകളാണ് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ആകെപ്പാടെ ഇത് വട്ടം കറങ്ങി, കുറെ നേരം പോലീസിനെ വട്ടം കറങ്ങി കളഞ്ഞു. ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഈ തേജസ് രാജിനെ കൈയോടുകൂടി അന്ന് പിടികൂടാനും ഇയാളെ ഈ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ചെറുപ്പക്കാരൻ പോയി ട്രെയിനിന്റെ മുന്നിൽ ചാടി. അത്രയും സമയം അവന് കിട്ടി, അത്രയും ടൈം കിട്ടി. ആ സമയം കൊണ്ട് അവൻ പോയി അവിടെ ചാടി മരിക്കുകയും ചെയ്തു. ഇനി ഈ കൃത്യത്തിന്റെ ഏറ്റവും ഒരു ക്രൂരമായൊരു ദൃശ്യം കൂടി പറഞ്ഞുതരാം. ഇവരുടെ കാർ പോർച്ചിന്റെ തൂണ്, മതില്, അവിടെ ഉണ്ടായിരുന്ന ഒരു നമ്മൾ ഈ പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, പെയിന്റ് ഒക്കെ മേടിക്കുന്ന ഈ ബക്കറ്റ്, ഇതൊക്കെ നിറയെ ചോരയായിരുന്നു. ചോര എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യായിരുന്നു. അതുപോലുള്ള കുത്താണ്. അതെ, ആഴത്തിലുള്ള കുത്ത്. ഈ പേരയ്ക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്ന കത്തിയാണ്. അതായത് ഇവരുടെ വീട്ടിലെ ഒരു കറുത്ത പിടിയുള്ള കത്തി. ഈ കത്തിയാണ് എടുത്ത് ഉപയോഗിച്ചത്. പക്ഷേ ഇതിന്റെ മൂർച്ച നല്ല ശക്തമായിരുന്നു. ഇത് ഉപയോഗിച്ചാണ് തുടരെയുള്ള കുത്തുകൾ ഈ ചെറുപ്പക്കാരന് ഏൽക്കുകയും ഈ ചെറുപ്പക്കാരന്റെ മരണം പെട്ടെന്ന് തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഫെബിൻ ജോർജ് ഗോമസ് ഓടുന്ന സമയത്ത് ഈ ബ്ലഡ് വാരി വിതറി, ശരീരത്തിൽ നിന്നും തെറിച്ചു. കാർ പോർച്ച്, ഞാൻ പറഞ്ഞല്ലോ, തൂണ്, മതില്, ഈ പെയിന്റ് ബക്കറ്റ്, ഇതെല്ലാം തന്നെ ബ്ലഡിൽ കുളിച്ചു. ഇങ്ങനെയായിരുന്നു ഈ കൊലപാതകത്തിന്റെ ഒരു രീതി. അന്ന് ഈസ്റ്റ് പോലീസ് 2 FIR ഇട്ടു. 1 കൊലപാതകത്തിന്, 2 ഈ പറയുന്ന തേജസ് രാജിന്റെ അസ്വാഭാവിക മരണം, അതുപോലെ തന്നെ ഫെബിൻ ജോർജിന്റെ കൊലപാതകം, അതുപോലെ തന്നെ ജോർജ് ഗോമസിനെ ആക്രമിച്ച സംഭവം. ഇവരുടെ വീടിന്റെ പേര് ഫ്ലോറിഡയിൽ എന്നായിരുന്നു. അവിടെ മാതൃകാ നഗർ 160 ഇവർ താമസിക്കുന്നത്. ഒരു 2 നില ബിൽഡിംഗ് ആണ്, ഒരു വലിയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന്റെ മുമ്പിലാണ് ഈ കഥകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ അടുത്തുള്ള ആൾക്കാർക്കും പെട്ടെന്ന് ഇതെന്താണ് അവിടെ സംഭവിക്കുന്നതെന്നോ മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് സംഭവിച്ചാണ്. ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ തേജസ് രാജ് ഈ പെൺകുട്ടി പിന്മാറിയതിന് ശേഷം ദീർഘകാലം വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. ഇയാൾ നല്ല പഠിക്കുമായിരുന്നു. പക്ഷേ പഠിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ മത്സര പരീക്ഷകൾ പാസ്സാവാൻ ബുദ്ധി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നന്നായി പഠിച്ചു, നല്ല മാർക്ക് ഉണ്ടായിട്ടൊന്നും എന്താ പറയാ, മത്സര പരീക്ഷകൾ പാസ്സാകുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട്. ഇഷ്ടം പോലെ ആളുകളുണ്ട്. വേറെ ലോകമാണ്, വേറെ സ്കില്ലാണ്. PSC പഠിക്കുക, ജയിക്കുക. PSC അയാൾ പാസ്സായി, പക്ഷേ ഈ ബാങ്ക് കോച്ചിങ് അയാള് പാസ്സായില്ല. ഏതായാലും ഈ കേസ് ഇപ്പോൾ പോലീസ് ക്ലോസ് ചെയ്ത് കൊല്ലത്ത് കോടതിയിൽ സമർപ്പിച്ചു. കേസ് ക്ലോസ് ചെയ്തു, റിപ്പോർട്ട് കൊടുത്തു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്രമി മരണപ്പെട്ടു, ഇര മരണപ്പെട്ടു, അക്രമി മരണപ്പെട്ടിരിക്കുന്നു. ഇനി വേറൊന്നും ഈ കാര്യത്തിൽ ചെയ്യാനില്ല. അക്രമിയും മരണപ്പെട്ടു. ഇത് നമ്മളെ കേരളം കണ്ട പ്രണയപ്പകയിലെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ കാമുകിയെ പോയി ആക്രമിച്ച് കാമുകിയാണ് കൊലപ്പെടുത്താറുള്ളത്. ഇതൊന്നും അറിയാത്ത ആ സഹോദരൻ, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, അത് ചെറിയ കുട്ടി, അവനെയാണ് ഇരയാക്കപ്പെട്ടത്. പിന്നെ ഒന്നും അറിയാത്ത ആ പാവം മനുഷ്യൻ അത്രയും പേരെയും ആക്രമിക്കപ്പെട്ടു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. അതായിരുന്നു നമ്മളിപ്പോൾ സംസാരിച്ചത്. ശരി.